മച്ച്. ഏറ്റവും പ്രിയമുള്ള ബെന്നി തോമസ് അച്ഛൻ, തോമസ് അച്ഛൻ, യോഗി അച്ഛൻ, പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ, വളരെ വൈകാരികമായ ചില നിമിഷങ്ങൾ കൂടിയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഹൂസ്റ്റൺ സെന്റ് തോമസ് ചർച്ചിന്റെ ആത്മീയ പ്രയാണത്തിൽ ചുക്കാൻ പിടിച്ച് ഈ സഭയെ വേറൊരു ലെവലിലോട്ട് എത്തിക്കുവാനായിട്ട് സഹായിച്ച ബഹുമാനപ്പെട്ട ബെന്നിയച്ഛന് നമ്മോട് ഇവിടെ പറഞ്ഞിട്ട് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പോൾ അച്ഛൻ നമ്മുടെയൊക്കെ മനസ്സിലെ ഹൃദയോട് അടുത്ത് വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ബാലനായിരിക്കുന്ന സമയത്ത് കൊടുവള്ളിയിലെ സേവനമനുഷ്ഠിച്ച പ്യൂവർസിന്റെ ട്രാൻസ്ഫർ ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. സാധാരണ അച്ഛന്മാരിൽ 3 വർഷം പേരുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുവാനായിട്ടുള്ള നമ്മുടെ ഡയസിഷന് തീരുമാനമുണ്ട്. പക്ഷേ പ്യൂവർസിച്ചൻ അവിടെ 6 വർഷം വരുന്നു. 6 വർഷം കഴിഞ്ഞ് അച്ഛന് കവിയൂർ ട്രാൻസ്ഫർ ആകുന്ന സമയമായി. കൊടുവള്ളി ഇടവക മുഴുവൻ നിറച്ച ആൾക്കാരാണ്, വെളിയിലും ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ കൊച്ചുകാരാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വളരെ വികാരനിർഭരമായ എല്ലാവർക്കും കരഞ്ഞ് അച്ഛനെ ആൾക്കാരാണ്. പക്ഷെ അച്ഛനെ കൊടുവള്ളിക്കാർക്ക് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആദ്യം പോകുന്ന അച്ഛന്മാരുടെ കൂടെ ജനങ്ങളും പോകുന്നു. അന്ന് കാറുകളൊക്കെ വളരെ കുറവാണ്. 2-3 പേർക്ക് മാത്രമേ കാറുള്ളൂ. ഞങ്ങള് ചെറുപ്പക്കാരും പിള്ളേർക്ക് എല്ലാം സൈക്കിളാണ്. ഞങ്ങളെല്ലാവരും കൂടി സൈക്കിള് ചവിട്ടി ഒരു റാലിയായിട്ട് പ്യൂവർസിച്ചനെ കവിയൂര് കൊണ്ട് വിട്ട കാര്യം ഞാൻ ഇപ്പോഴൊക്കെ ഓർക്കുക. അങ്ങനെയാണ് അച്ഛന്മാര് ജനങ്ങളോടുള്ള അടുപ്പം എന്ന് പറയുന്നത്. അതേ ഒരു അനുഭവമാണ് ബെന്നിയച്ഛന്റെ ഈ ട്രാൻസ്പെറന്റ് പ്രവർത്തനപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 2022 ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ എന്റെ സുഹൃത്ത് ഒരു അച്ഛനെ നാട്ടിൽ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ബെന്നിയച്ഛനാണ് സെന്റ് തോമസിലെ അച്ഛൻ, എങ്ങനെയാണ് അഭിപ്രായം എന്തിനാണ് ചോദിച്ചത്. അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്, കാണാൻ വലിയ പൊക്കം മണ്ണൊന്നും ഇല്ലെങ്കിലും ആൾ ഭയങ്കര സ്മാർട്ടാണ് എന്നാണ്. അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അച്ഛന്റെ 3 ക്വാളിറ്റിയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഒന്ന്, അച്ഛന്റെ ഹ്യൂമിലിറ്റി. രണ്ടാമത്, അച്ഛന്റെ സിംപ്ലിസിറ്റി. മൂന്നാമത്തെ, ഇന്റലക്ച്വൽ ആറ്റിറ്റ്യൂഡ്. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോൾ പലരും അച്ഛനെ നിരുത്സാഹപ്പെടുത്തിയതാണ്. ശരിയാണ്. പുറമേ നോക്കുമ്പോൾ ഹൂസ്റ്റൺ സെന്റ് തോമസ് ചർച്ച് വളരെ കാലമായിട്ട് ഒഴുകുന്ന ഒരു നദി പോലെയാണ്. പക്ഷേ ധാരാളം മുള്ളുകളും കല്ലുകളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അല്ലെ. ഇടക്കിടക്ക് ലൈനിലേക്ക് പോകാവുന്ന അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബെന്നിയച്ഛന്റെ ആ ക്യാരക്ടറും കാണും. അത് സ്മൂത്ത് ആയിട്ട് ഒഴുകുന്ന ഒരു നദിയായിട്ട് ഈ ഇടവകയെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചതിനുള്ള നിസ്സംശയമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നു. അച്ഛന് ധാരാളം അവാർഡ് കൊണ്ടാണ് ഇവിടെ പോകുന്നത്. മറ്റ് മുമ്പ് ഇരുന്ന അച്ഛന്മാരെക്കാളും കൂടുതൽ അവാർഡ് അച്ഛന് ലഭിക്കുന്നു. അച്ഛനെ ഇങ്ങോട്ട് വന്നത് അൽമേഡ ചർച്ചിന്റെ വികാരിയായിട്ടാണ് വന്നത്. പക്ഷേ അദ്ദേഹം അച്ഛനെ ഒഴിക്കാൻ പറ്റിയില്ല. അച്ഛനെ തിരിച്ച് ന്യൂ ഹോപ്പ് ലൂതറൻ ചർച്ചിലോട്ട് പോകാനായിട്ട് വന്നു. അവിടെ നിന്നില്ല, തിരിച്ച് ചിനി റോക്കിലെ മനോഹരമായ ഈ ദേവാലയത്തിലോട്ട് സേവനം അനുഷ്ഠിക്കാൻ അവസരം കൊടുത്തു.
തിരുമേനി സാബു ജോസഫ് തിരുമേനി അച്ഛനെ കൊണ്ട് വിട്ടപ്പോൾ ഒരു പ്രത്യേക റോൾ കൊടുത്താണ് വിട്ടത്. നമ്മൾ ഫോറിൻ വിജയം നമ്മൾ ഓർക്കുമ്പോൾ അതിലെ അവസാനം ഓടുന്ന ആളിന്റെ ആ ഓട്ടക്കാരന്റെ റോഡിലാണ് അച്ഛനെ കൊണ്ടുവിട്ടത്. ഈ റിലേ മത്സരം നമുക്കറിയാം, ആദ്യം ഓടുന്ന ആളും അവസാനം ഓടുന്ന ആളും ശരിക്കും ഓടിയില്ലെങ്കിൽ ട്രോഫി കിട്ടത്തില്ല. പഞ്ചവത്സര പദ്ധതി പോലെ കിടന്ന ഈ ദേവാലയത്തിന്റെ ഈ പ്രോജക്ട് അതിന്റെ ഫിനിഷിംഗ് റോളിലോട്ട് എത്തിക്കുവാനായിട്ടുള്ള വലിയൊരു ചുമതല കൊടുത്താണ് വലിയ ഇങ്ങോട്ട് അയച്ചത്. വളരെ സ്മാർട്ടായിട്ട് അച്ഛനോടി വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ അതിന്റെ ഫിനിഷിംഗ് ലൈനിൽ എത്തി അതിന്റെ ട്രോഫി അച്ഛന് കിട്ടി എന്നുള്ള കാര്യമാണ്. ധാരാളം പ്രോജക്റ്റുകൾ ഇവിടെ ആരംഭിക്കുവാനായിട്ട് അച്ഛന് സാധിക്കുന്നു. അച്ഛന് മനസ്സിലായി സെന്റ് തോമസ് സ്നേഹത്തിന് വേണ്ടത് എന്താണെന്ന് അച്ഛൻ അറിയാമോ? അത് അതായത് രീതിയിൽ അച്ഛന്റെ ആ ഇന്റലക്ച്വൽ ആറ്റിറ്റ്യൂഡാണ് എങ്ങനെയാണ് ഈ ജനങ്ങളെ ഒന്നിച്ചു നിർത്തുവാനായിട്ട് സാധിക്കേണ്ടത് എന്നുള്ളത് അച്ഛൻ അറിയാമോ? പല പല പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഈ അഡ്വഞ്ചർ റിഫ്ലക്ഷനെ കുറിച്ചുള്ള ബുക്കുകൾ എഴുതിയപ്പോൾ എനിക്ക് സംശയം വരുന്നത് വിജയിക്കുന്നുള്ളത്. ഞാനത് എഴുതി അതിനകത്തൊരു എഴുതാൻ എനിക്ക് സാധിച്ചു. അച്ഛനത് പിന്നീട് അത് പബ്ലിഷ് ചെയ്തു. അതിന്റെ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് റിഫ്ലക്ഷൻ എന്നുള്ള ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് വന്നപ്പോൾ 40 പേരെ മുന്നോട്ട് വന്ന എല്ലാവരായിട്ട് ഒന്നുണ്ട്. അച്ഛൻ അറിയാമായിരുന്നു എന്താണ് സെന്റ് തോമസ് ചർച്ചിന് വേണ്ടതെന്ന്. ആ വിധത്തിലെ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. വേറെ കുറിച്ച് പറയുമ്പോഴും അച്ഛന്റെ ശുശ്രൂഷയില് അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അത് ഞങ്ങൾക്ക് അച്ഛന്റെ ശുശ്രൂഷയില് എത്രയും മനോഹരമാക്കുവാൻ വേണ്ടി വേറെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും ഒരു കാര്യങ്ങളും അച്ഛൻ അടിച്ചേൽപ്പിക്കുകയില്ല. ഞങ്ങളെ കേൾക്കുവാനും അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛന് സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അച്ഛനെ പോലുള്ള ഒരു ആള് പോകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേദനകളുണ്ട്. പക്ഷേ സഭയുടെ ചട്ടങ്ങളും തീരുമാനങ്ങളും ആയതുകൊണ്ട് അത് ഫോളോ ചെയ്തിട്ട് മാത്രമേ സാധിക്കൂ. അതുപോലെ തന്നെ കൊച്ചമ്മയും ഈസയും കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഈ ഗായക സംഘത്തില് സേവനം ചെയ്യുകയായിരുന്നു. രണ്ടുപേരുടെയും സേവനത്തെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം എല്ലാവരും നിലകൊണ്ടും നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛൻ പോകുന്ന ഇടവക നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ പ്രശ്നമുള്ള ഒരു സഭയാണ്. പക്ഷേ അമ്മയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അച്ഛനെ വഴി നടത്തിട്ട് ശരിയായ രീതിയിൽ അവരുടെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും അച്ഛൻ വളരെയേറെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം നാട്ടിലെ സഹോദരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൂസ്റ്റണിലെ കൾച്ചറും എല്ലാം വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെയുള്ളവരെ യോജിച്ചു നിർത്തുവാനാണ് യുണൈറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അച്ഛന് അത് മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും നന്മ കൊണ്ട് നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ എല്ലാ സേവനങ്ങൾക്കും നന്ദി പറയുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗായക സംഘത്തിന്റെ അംഗങ്ങളെല്ലാവരും കൂടി സൈൻ ചെയ്ത ഈ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇപ്പോഴേ അച്ഛന് കൈമാറുകയാണ്. കൊയർ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും
അവൻ